2025 തന്നെ ഏറ്റവും വലിയൊരു ഓട്ടോ എക്സ്പോ ആണ് ഇപ്പോൾ ഡൽഹിയിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. പല കമ്പനീസും ഒരുപാട് ബൈക്കിനെ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പ്രൊഡക്റ്റും അവർ ഷോക്കേസും ചെയ്തിട്ടുണ്ട്. അതിൽ ഹീറോ ഷോക്കേസ് ചെയ്ത കുറച്ച് മോട്ടോർ സൈക്കിളിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്ക്. ഇന്നത്തെ വീഡിയോ യമഹ എന്ന ബ്രാൻഡ് ഷോക്കേസ് ചെയ്ത കുറച്ച് മോഡലിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഷോക്കേസ് ചെയ്ത മോഡൽ യമഹയുടെ FZXൻ്റെയും FZ-V4ൻ്റെയും ഒരു ഹൈബ്രിഡ് വേർഷനാണ്. ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഹൈബ്രിഡ് മോട്ടോർ സൈക്കിൾ അവർ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. വണ്ടി ഷോക്കേസിങ് മാത്രമേ ഇപ്പോൾ നടന്നിട്ടുള്ളൂ. ലോഞ്ച് ഇതുവരെ നടന്നിട്ടില്ല. ഫെസ്റ്റിവൽ സീസണോട് കൂടിയായിരിക്കും അവർ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. രണ്ടാമത് നമ്മളെല്ലാവരും കാത്തിരുന്നിട്ട് നിരാശപ്പെടുത്തിയ ഒരു അപ്ഡേറ്റ് ആണ് യമഹയുടെ XSRൻ്റെ അപ്ഡേറ്റ്. എന്തായാലും വണ്ടി ഇന്ത്യയിലേക്ക് പെട്ടെന്ന് ലോഞ്ച് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം ആദ്യമേ അറിയാം. എന്തായാലും ഒരു ഷോക്കേസിങ് നമ്മൾ എക്സ്പെക്ട് ചെയ്തതാണ്. ജനുവരി 17 നടന്നിട്ട് ഏകദേശം ഒരു ജനുവരി 22 ഓട്ടോ എക്സ്പോ അവസാനിക്കാൻ പോകുന്നത്. നിലവിൽ യമഹയുടെ XSR 155 അവർ ഷോക്കേസ് ചെയ്തിട്ടില്ല, ലോഞ്ച് ചെയ്തിട്ടില്ല. അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം XSRൻ്റെ ലോഞ്ചിൻ്റെ സാധ്യത ഇനി മങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വണ്ടി ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പിച്ചൊരിക്കലും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇനി യമഹ സർപ്രൈസ് ആയിട്ട് ഒരു 22 തന്നെ ആ ഒരു മോട്ടോർ സൈക്കിൾ ഷോക്കേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ലോഞ്ചിൻ്റെ സാധ്യതയുണ്ട്. എന്തായാലും XSRൻ്റെ കാര്യത്തിലൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. വണ്ടി എന്തായാലും എക്സ്പെക്ട് ചെയ്ത മോഡലാണ്. യമഹ എന്തായാലും കൊണ്ടുവരുന്ന വിചാരിച്ച മോഡലാണ്. എന്തായാലും പുതിയ അപ്ഡേറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. രണ്ടാമത് ഷോക്കേസ് ചെയ്ത മോഡൽ യമഹയുടെ ടെനറെ 700 ആണ്. ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളാണ്. ടെനറെ 700 ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഷോക്കേസിങ് മാത്രമാണ്. ഇനി ഷോക്കേസിങ്ങിൽ മാത്രം ഒതുങ്ങി പോകാനും സാധ്യതയുണ്ട്. ടെനറെ 700 ഇന്ത്യയിലില്ലെങ്കിലും വേൾഡിൽ തന്നെ ഒരു പോപ്പുലർ ആയിട്ടൊരു മോട്ടോർ സൈക്കിളാണ്. അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളാണ്. വണ്ടീൻ്റെ ഡിസൈൻ്റെ ഭാഗത്തുനിന്ന് കുറച്ച് മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ബോഡി വർക്കിൽ ചെറിയ ചേഞ്ചസ് കാണാൻ പറ്റും. വണ്ടീൻ്റെ എഞ്ചിൻ്റെ സ്പെക്സ് വരുന്നത് ഇതൊരു 698 cc പാരലൽ 10 സിലിണ്ടർ ലിക്വിഡ് കൂൾ എഞ്ചിനാണ്. 74 bhp പവറും 68 Nm ടോർക്കും 6 സ്പീഡ് ട്രാൻസ്മിഷനാണ്. വണ്ടിക്ക് 6.3 ഇഞ്ചിൻ്റെ TFT മീറ്റർ കൺസോൾ വരുന്നുണ്ട്. അതിൽ സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റിക്ക് അവൈലബിൾ ആണ്. USB ചാർജിംഗ് പോർട്ടും പുതുതായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 43 mm UHD ഫോർക്കും ബാക്കിൽ പ്രീലോഡ് അഡ്ജസ്റ്റബിലിറ്റി ഉള്ള മോണോ ഷോക്കുമാണ്. വണ്ടി CBU റൂട്ടിലായിരിക്കും ഇന്ത്യയിലേക്ക് എത്താൻ പോകുന്നത്. നല്ലൊരു പ്രൈസിങ് വണ്ടിക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു എതിരാളി എന്ന് പറയുന്നത് ഹോണ്ടൻ്റെ ട്രാൻസ്ലാപ്പാണ്. എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസ് ഒരു 13 ലക്ഷം രൂപയാണ്. വണ്ടി ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും പുതിയ അപ്ഡേറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അടുത്ത ബൈക്ക് യമഹയുടെ ലാൻഡർ 250 ആണ്. ഒരു ഡുവൽ പർപ്പസ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിളാണ്. ഇതും ഇന്ത്യയിലേക്ക് ഷോക്കേസിങ് മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കാൻ പോകുന്നൊരു മോഡലാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഈ ഒരു മോട്ടോർ സൈക്കിൾ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു നല്ലൊരു സെയിൽസ് പിടിക്കാൻ പറ്റുന്നൊരു മോഡലാണ്. ഇന്ത്യയിലേക്ക് വന്നാൽ തന്നെ FCXൻ്റെ ഒരു FZ-250ൻ്റെ സെയിം എഞ്ചിൻ ഉപയോഗിച്ചിട്ടായിരിക്കും ഇന്ത്യയിലേക്ക് അവർ ഇറക്കാൻ പോകുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ ഇന്ത്യയിലെ നല്ലൊരു ഡുവൽ പർപ്പസ് ആയിട്ടുള്ള ഒരു യമഹയുടെ ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ തന്നെയായിരിക്കും ആ ഒരു ലാൻഡർ 250. ഡിസൈൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അടിപൊളി ലുക്കാണ് വണ്ടി എവിടെ നോക്കിയാലും ആ ഒരു ഡുവൽ പർപ്പസിൻ്റെ ഒരു ശരിക്കും ഒരു ക്യാരക്ടർ നമുക്ക് മനസ്സിലാവും. ഈ ഒരു ബൈക്കിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു 249 cc സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ്. 13.6 BS ഓഫ് പവറും 13.5 Nm ഓഫ് ടോർക്ക് ആയിരിക്കും വണ്ടിക്ക്. ഇതൊരു 5 സ്പീഡ് ഗിയർ ബോക്സ് ഉള്ള മോഡലായിരിക്കും. ഫ്രണ്ടിൽ ടെലിസ്കോപ്പി ഫോർക്കാണ്. 220 mm ട്രാവലുള്ള ടെലിസ്കോപ്പി ഫോർക്കും ബാക്കിൽ 204 mm ഉള്ള അഡ്ജസ്റ്റബിൾ മോണോ ഷോക്കായിരിക്കും. വണ്ടിക്ക് ഒരു LCD മീറ്റർ കൺസോളും സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റി യമഹ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും. വണ്ടീൻ്റെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസ് 1,90,000 തൊട്ട് 2,20,000 വരെയാണ് എക്സ്ഷോറും കണക്കാക്കുന്നത്. പക്ഷേ വണ്ടി ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. ചിലപ്പോൾ ഷോക്കേസിങ്ങിൽ ഒതുങ്ങിപ്പോവും.